കേരളത്തിന്റെ ജീവനാഡിയായ പെരിയാർ ഗുരുതരമായ പാരിസ്ഥിതിക നാശത്തിലേക്കെന്ന് പുതിയ പഠനങ്ങളും റിപ്പോർട്ടുകളും. വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും നഗരങ്ങളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങളും നാശത്തിന്റെ ആഴം കൂട്ടുന്നു. ഇത് പെരിയാറിലെ ജലത്തിന്റെ ഗുണനിലവാരവും താഴ്ത്തുകയാണ്. പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പരാതികൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പുഴ മലിനീകരണം തടയേണ്ടത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്നിരിക്കെ ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഹൈക്കോടതി പലവട്ടം ഓർമ്മിപ്പിച്ചതാണ്. എന്നാൽ മലിനീകരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിന് പകരം നിസ്സാരമായ നോട്ടീസുകളിൽ നടപടി ഒതുക്കുന്നു എന്ന പരാതിയും വ്യാപകമാണ്. ഏലൂർ ഇടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ മൂലം പുഴയുടെ നിറം മാറുന്നതും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതും നിത്യസംഭവമായി മാറുന്നു. ആസിഡ് അംശം കലർന്ന വെള്ളം ശുദ്ധജല പമ്പ് ഹൗസുകളുടെ പ്രവർത്തനത്തെ വരെ പലപ്പോഴും തടസ്സപ്പെടുത്തുന്നുണ്ട്. കൊച്ചി നഗരത്തിന് കുടിവെള്ളം കൊടുക്കുന്നത് പൂർണ്ണമായും പെരിയാർ നദിയാണ്. ആ നദിയിലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്ന ഒരു നഗരം അടച്ചിടേണ്ടി വരും. പ്രധാന കുടിവെള്ള പമ്പിങ് നടക്കുന്നത് കൊച്ചി നഗരത്തിലേക്കുള്ളത് പെരിയാറിൽ നിന്നാണ്. ആ നദിയെ ഒരു തരത്തിലും സംരക്ഷിക്കാതെ എല്ലാ സർക്കാരുകളും എല്ലാ ജനപ്രതിനിധികളും ജയിക്കുമ്പോൾ പറയും ഈ നദിക്ക് വേണ്ടി ഞങ്ങളത് ചെയ്യും, ഇത് ചെയ്യുന്നു. അതല്ലാതെ ഒന്നും ചെയ്യാതെ ഇന്നിപ്പോൾ ഒരുപാട് പാലങ്ങൾ വന്നു. ഈ പാലങ്ങളിൽ നിന്നാണ് ജനങ്ങൾ അല്ലെങ്കിൽ മിസ്ക്രിയൻസ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വേനൽക്കാലം ആരംഭിക്കുന്നതോടെ പെരിയാറിലെ നീരൊഴുക്ക് കുറയുന്നത് കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണത്തെ ശക്തമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നഗരത്തിലെ ആലുവ പമ്പ് ഹൗസിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യത്തിന് മലിനീകരണം വലിയ ഭീഷണിയായി തന്നെ തുടരുകയാണ്. തീർച്ചയായിട്ടും പെരിയാറിനെ മലിനീകരിക്കുന്ന ആളുകൾക്ക് ശക്തമായ ശിക്ഷ നൽകാനുള്ള നടപടി വേണം. അതൊക്കെ വേണമെങ്കിൽ ഒരു അതോറിറ്റി വേണം. ഇത് സംരക്ഷിക്കാനായിട്ട് മാത്രമായിട്ട് ഒരു സാധാരണ ഉള്ള GCDA പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതോറിറ്റി പോലെയല്ല. ഇത് കൃത്യമായിട്ട് ക്വാസി ജുഡീഷ്യറി പവറുള്ള അതോറിറ്റി കണ്ടാൽ സ്പോട്ടിൽ പിഴയിടാനും അതിന് നടപടി സ്വീകരിക്കാനും ശക്തമായിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ലാത്തടത്തോളം കാലം ഇത് ഇങ്ങനെ തന്നെ അഴുക്ക് പിടിച്ച് ഇങ്ങനെ പോകും. പെരിയാറിനായി ഒരു പ്രത്യേക റിവർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിക്കണമെന്നും മലിനീകരണം നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ജനം, കൊച്ചി.